സോറി. ഇറ്റ്സ് ഓക്കെ. രണ്ടും പോലില്ലല്ലോ. എടാ ഫോട്ടോക്കാരാ, എൻ്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. പൊക്കോ. എൻ്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ദേ ആ നിൽക്കുന്നതാണ് എൻ്റെ മോള്. കെട്ട് കഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി വാ. ഓക്കെ. എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. ഇങ്ങോട്ടോ. ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസം? ആർക്ക് കൊടുത്ത? കല്യാണത്തിന് മെയിനാൾക്ക്. 2 ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണം കൊടുത്തു. अंदर जाओ. ജവാൻ യൂണിഫോം കറക്റ്റ്. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പ് മുഴുവൻ നോക്കി കാണുമായിരുന്നു. അതെ സാബ്, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പറിയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണസഭ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നുകൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെയൊക്കെ തന്നെ നിന്നാ പോലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ അടലേറ്റു പോനെ. അതുകൊണ്ടൊരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്ക് കണ്ട് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല അവന്റെ ചേട്ടനൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടായി പോയി. ഇല്ലെങ്കിൽ ഹലോ, ഇവിടുത്തെ ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചിയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായാണല്ലോ. ആ, ഞാൻ ചെറുക്കൻ്റെ വകയൊരു അമ്മാവനാ. ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിലെ ഇവിടെ പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ? അതുകൊണ്ട് എന്തായാലും ഒന്നും ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേന്ന്? എനിക്കറിയാം. സാറേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴാ? അവരെല്ലാവരും കൂടി വരും. അവർ വന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞ അപ്പം തന്നെ ഇലടാലോ. ഇടാം. നിൽക്കണ്ട, കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം? പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ്. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കി. സാമ്പാറിന് മണ്ണ് വരട്ടെ. ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കി. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, മുറ വട്ടിയാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. ഞാൻ പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി. അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ണാൻ നേരത്ത് കാണാം. എന്നാ ഞണ്ണാൻ നേരത്തെ തന്നെ കാണാം. കാണാം. ഓ,
നിനക്ക് പ്രാന്താണ്. എന്താണോ തന്റെ മുഖത്ത് കണ്ണില്ലേ? രണ്ട് കണ്ണുകൊണ്ട് ചേച്ചി ക്ഷമിക്കണം. ഇതാരാ? ഞാൻ പെണ്ണിൻ്റെ ഒരു ബന്ധുവാണ്. ഞാൻ ചെറുക്കൻ്റെലാകുന്ന ബന്ധം. ഇതൊരു കാര്യം ഇന്നലെ പെൺകൊച്ചിൻ്റെ സ്വഭാവത്തേക്കൊന്ന് അറിഞ്ഞിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്കൊച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പെണ്ണിനെ വിളിച്ചു. പെണ്ണിൻ്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ. കെട്ടിച്ചൊടുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, പേര് ദോഷം കേൾപ്പിച്ച് എല്ലാം കറക്റ്റാക്കി. ഒന്ന് മാറുള്ളൂ. ആ ചെറുക്കൻ കയറി വാ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാച്ച കയറി വാ. ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്നോ അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. സഞ്ജേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുബിരേ, സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ് വാ. താരുമന്നെ, സാധനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജേട്ടാ വിളിക്കട്ടെ, വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. പോടാവിടുന്നു. വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴാണ് ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല്ല ചക്കനെ തട്ടി തോളൊക്കെ ഇരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണം കൊടുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയാം. മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ ഈ തോളം ഈ തോളം കിരൺ ചേട്ടാ, എന്ത് പരിപാടി കെട്ടിപ്പ് നടക്കൂട്ടാ? പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്?